ലെക്ചർ ഇൻ പോളിടെക്നിക് ഇലക്ട്രോണിക്സ് എക്സാം എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇനി 2 മാസത്തെ സമയമാണുള്ളത് അല്ലേ? 2 മാസം കൂടിയാണ് നിങ്ങളുടെ എക്സാമിന് ബാക്കിയുള്ളത്. ആ ഒരു സമയത്ത് ഒരുപാട് ആളുകൾക്കുള്ള സംശയങ്ങളുണ്ട്. അതേപോലെ തന്നെ ടെൻഷൻ ആവുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ആളുകളുണ്ട്. അങ്ങനെ കുറേ സംശയമുള്ള ആളുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പലപ്പോഴായിട്ട് നമുക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ലെക്ചർ ഇൻ പോളിടെക്നിക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇലക്ട്രോണിക്സുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം നടക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമിൽ ഒന്ന് തന്നെയാണ് ലെക്ചർ ഇൻ പോളിടെക്നിക്. അപ്പം നമ്മൾ ഒരിക്കലും എക്സാം അടുക്കുന്ന സമയത്ത് ടെൻഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അത് നമ്മുടെ റൈറ്റ് പ്രിപ്പറേഷനെ ഒരു തരത്തിലും എഫക്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ എഫക്റ്റ് ചെയ്താൽ നമ്മൾ ഇത്രയും കാലം എടുത്ത എഫേർട്ട് എന്തായി പോകും, നഷ്ടപ്പെടുന്നതിന് തുല്യമാണത്. അപ്പോൾ ടെൻഷൻ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ അതെല്ലാവർക്കും ഉണ്ടാവും. അതായത് എക്സാം അടുക്കുന്ന സമയത്തുള്ള ഒരു ടെൻഷൻ ഉണ്ടാവുമെന്ന് പറയുന്നത് അതൊരു എന്താ പറയുക, ഒരു പുതിയ പ്രതിഭാസമൊന്നുമല്ല, അത് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അതൊരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങളുടെ പ്രിപ്പറേഷനെ ബാധിക്കാൻ പാടില്ല. അപ്പോൾ ഒരു ടെൻഷനും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ടിപ്സുകളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതേപോലെ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ടൈമിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഞാൻ ഓൾറെഡി പല വീഡിയോസുകളിലും പറഞ്ഞു തന്നെയാണ്, മോക്ക് ടെസ്റ്റുകൾ എഴുതേണ്ട ഒരു സമയമാണ് ഈ അവസാനത്തെ 2 മാസങ്ങൾ എന്ന് പറയുന്നത്. എക്സാം പലരും ചിന്തിക്കുന്നത് എക്സാമിനോട് അനുബന്ധിച്ച് എക്സാമിൻ്റെ ലാസ്റ്റ് ടൈമിൽ കൊണ്ടുപോയിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്താന്നാണ്. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. കാരണം എക്സാമിന് അടുപ്പിച്ചാണ് നമ്മൾ എന്താ പറയുക, നമ്മൾ മെൻ്റലി കൂടുതൽ എന്താകുന്നത്, ടെൻസ്ഡ് ആകുന്നത്, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഒരു പിരിമുറുക്കുണ്ടാകുന്ന സമയം എന്ന് പറയുന്നത് എക്സാം അടുപ്പിച്ചിട്ടുള്ള സമയമാണ്. ആ സമയത്ത് നമ്മളൊരു മോക്ക് ടെസ്റ്റ് എഴുതിയിട്ട്, മോക്ക് ടെസ്റ്റ് പല രീതിയിലുണ്ടാവും. ഈസി ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് ഉണ്ടാവും, ടഫ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ സപ്പോസ് നിങ്ങൾ എഴുതിയ മോക്ക് ടെസ്റ്റ് ഒന്ന് ടഫായി ആയിരിക്കും, അതായത് ലാസ്റ്റ് ടൈമിലേക്ക് അവസാനത്തെ ഒരാഴ്ചയിൽ നിങ്ങൾ എന്ത് ചെയ്യാണ്, ഒരു മോക്ക് ടെസ്റ്റ് എഴുതിയപ്പം ഒരു ടഫ് ആയിട്ടുള്ള ഒരു എക്സാം നിങ്ങൾ എഴുതിപ്പോയപ്പോൾ അറിയാണ്ട് നിങ്ങൾ ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രഷർ, ഞാൻ ഇത്രയും പഠിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഈ മോക്ക് ടെസ്റ്റിൽ വലിയ മാർക്കൊന്നും വന്നില്ല എന്നൊക്കെ വിചാരിച്ച് ഞാൻ ആകെ ടെൻഷൻ അടിച്ചു പോലെ. സോ ആ ഒരു സിറ്റുവേഷൻ എന്ത് ചെയ്യരുത്, വരാതിരിക്കാൻ അവസാനത്തെ ഒരാഴ്ച നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യേണ്ട, മോക്ക് ടെസ്റ്റുകളൊന്നും അറ്റൻഡ് ചെയ്യേണ്ട. അതേപോലെ തന്നെ പുതിയ ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. ലാസ്റ്റിലേക്കാണ് ഞാൻ പറയുന്നത്. ഒരു ലാസ്റ്റ് 1 വീക്ക് എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ എഴുതാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പുതിയ ടോപ്പിക്കുകൾ പഠിക്കാനൊന്നും അല്ല നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള റിവിഷനാണ്. നമുക്കതിനെക്കുറിച്ച് വരാം. അതിന് മുന്നേ അപ്പം ഞാൻ പറഞ്ഞത് മോക്ക് ടെസ്റ്റുകൾ എപ്പോഴാണ് അറ്റൻഡ് ചെയ്യുന്നത്, ഈ ഒരു എന്താ പറയുക, അടുത്തൊരു നെക്സ്റ്റ് 50 ഡേയ്സിൽ നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 20 മോക്ക് ടെസ്റ്റ് എങ്കിലും എഴുതാം. ഓക്കെ, ഒരു 20 മോക്ക് ടെസ്റ്റ് എല്ലാ ദിവസവും എഴുതണമെന്നില്ല, ഒരു 2 ദിവസം കൂടുമ്പോൾ ഒരു മോക്ക് ടെസ്റ്റ് എങ്കിലും എഴുതുന്ന രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മോക്ക് ടെസ്റ്റ് ഏറ്റവും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ 2 ടൈം ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നിങ്ങൾ കൃത്യം 7:30ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ എഴുതാം. 7:30 മുതൽ 9 മണി വരെ വരുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ഒരു എക്സാം നിങ്ങൾ സെറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഉച്ചക്ക് 1:30 മുതൽ 3 മണി വരെ. അതെന്താ ഈ 2 സെറ്റിൽ എഴുതാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, PSC ഒരു എക്സാം നടത്തുന്ന സമയത്ത് സാധാരണ ഈ 2 സ്ലോട്ടുകളിലാണ് നടത്താറുള്ളത്. ഒന്നെങ്കിൽ 7:30ക്കായിരിക്കും നടത്തുന്നുണ്ടാവുക, അല്ലെങ്കിൽ 1:30ക്കായിരിക്കും പരീക്ഷ നടത്തുന്നുണ്ടാവുക. അപ്പോൾ ഈ 2 സ്ലോട്ടിൽ തന്നെ നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാണ്ട് ചില ആളുകൾ ചെയ്യുന്നതാണ് രാത്രി ഒരു 10 മണിക്കൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സമയങ്ങളിൽ ഒക്കെ ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, അത് നിങ്ങൾ പരമാവധി ഒഴിവാക്കിയിട്ട് PSC എപ്പോഴാണോ നടത്തുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അതേ ടൈം ലിമിറ്റ് എടുത്തിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാം എഴുതണം. അതായത് കറക്റ്റായിട്ട് എന്താണ്, കാൽക്കുലേറ്റർ ഒന്നും ഉപയോഗിക്കാതെ നിങ്ങൾ ഹാൻഡ് റിട്ടൺ ആയിട്ട് ഒരു 1.5 hours നിങ്ങൾ കൃത്യമായിട്ട് ഒരു പ്രോപ്പർ എക്സാം എഴുതുന്ന രീതിയിൽ തന്നെ മോക്ക് ടെസ്റ്റുകൾ എഴുതുക. സ്വാഭാവികമായിട്ടും മോക്ക് ടെസ്റ്റിൽ പലവിധ പ്രശ്നങ്ങൾ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യും. ചില ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ട് മാറും, ചില ടോപ്പിക്കുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത വിഷയം വരും, നെഗറ്റീവ് മാർക്സുകൾ വരും. അതൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ നെഗറ്റീവായിട്ട് കാണണ്ട. അതിലെല്ലാം നമ്മൾ എന്തെല്ലാം റെക്ടിഫിക്കേഷൻസ് നടത്താൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ ചെയ്യുക. സോ ഇതാണ് മോക്ക് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, എന്തായാലും നമ്മൾ കുറേ കാലങ്ങളായിട്ട് പഠിക്കുകയാണ്, ഒരു 5-6 മാസമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പലതും മറന്നു പോകുന്നൊരു സമയമാണത് അല്ലേ. അപ്പോൾ ഈ മറന്നു പോകുക എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും മറന്നു കൂട്ടും. അതായത് നിങ്ങൾ കുറച്ച് പേർക്ക് മാത്രമല്ല, ഇത് മറവി എന്ന് പറയുന്നത് എല്ലാ മനുഷ്യന്മാർക്കും ഉള്ളതാണ് അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിനെ ഓവർകം ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് ഒരേ ഒരു സൊല്യൂഷനാണ് റിപ്പീറ്റഡ് റിവിഷൻ എന്ന് പറയുന്നത്. റിപ്പീറ്റഡ് റിവിഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് റിവിഷൻ 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന് പാസീവ് ആയിട്ടുള്ള റിവിഷനും മറ്റൊന്ന് ആക്റ്റീവ് ആയിട്ടുള്ള റിവിഷനും. ഇതിൽ ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ പാസീവ് ആയിട്ടുള്ള റിവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത കാര്യങ്ങൾ പിന്നെയും പിന്നെയും വായിച്ച് നോക്കുന്ന ആ ഒരു ടിപ്പിക്കൽ റിവിഷൻ ഉണ്ടല്ലോ, അതാണ് പാസീവ് റിവിഷൻ എന്ന് പറയുന്നത്. ആക്റ്റീവ് റിവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ടോപ്പിക്കിനെ നമ്മൾ എന്ത് ചെയ്യാണ്, റീകലക്ട് ചെയ്ത് പഠിക്കുന്നു, അതേപോലെ തന്നെ അതിൽ ക്വസ്റ്റ്യൻസുകൾ പ്രാക്ടീസ് ചെയ്യുന്നു. 2 വ്യത്യാസമുണ്ട്. അത് പാസീവ് ആയിട്ടുള്ള റിവിഷൻ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടില്ല. പക്ഷേ പാസീവ് റിവിഷന് പകരം നിങ്ങൾ ആക്റ്റീവ് റിവിഷൻ ആണെങ്കിൽ, അതായത് നിങ്ങൾ റീകലക്ട് ചെയ്തെടുക്കുകയാണ്, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റീകലക്ട് ചെയ്തെടുക്കുന്നു, നിങ്ങൾ അതിൽ ക്വസ്റ്റ്യൻസുകൾ പ്രാക്ടീസ് ചെയ്യുന്നു. അതായത് റിവിഷൻ ത്രൂ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന റിവിഷനാണ് ഈ ഒരു ആക്റ്റീവ് റിവിഷൻ എന്ന് പറയുന്നത്. സോ ആ രീതിയിൽ നിങ്ങൾ എന്ത്
എന്ത് ചെയ്യുക, നിങ്ങളുടെ റിവിഷൻ പ്രോസസ്സ് പ്രോപ്പറാക്കി കൊണ്ടുപോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇനി ടോപ്പിക്കുകൾ സിലബസ് പരമാവധി നിങ്ങൾ കവർ ചെയ്യണം. അതായത് സിലബസിലുള്ള ഈച്ച് ആൻഡ് എവറി പോയിന്റ് ഉണ്ടാവും. അപ്പോൾ ചില പോർഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, സിലബസിൽ അത് കവർ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ അത് കവർ ചെയ്യൽ മസ്റ്റാണ്. അതായത് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിലും ഒരു ടോപ്പിക്ക് പോലും നിങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ പഠിക്കരുത്. ചില ആളുകൾ പറയാറുണ്ട് ഇത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, അതത്ര റെലവൻ്റ് ഉള്ളതല്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചിന്താഗതി നിങ്ങൾക്ക് വരാൻ പാടില്ല. മസ്റ്റായിട്ട് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന PSC എക്സാംസിൻ്റെ സിലബസിൽ ഈച്ച് ആൻഡ് എവറി ലൈൻ നിങ്ങൾ കവർ ചെയ്തിരിക്കണം. എന്നാലേ നിങ്ങൾക്ക് എക്സാം ഹാളിൽ പോകുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. കാര്യം നമ്മളൊരു ടോപ്പിക്ക് പഠിക്കാതെ പോയി കഴിഞ്ഞാൽ അവിടുന്ന് ക്വസ്റ്റ്യൻസുകൾ കൂടുതൽ വന്നാൽ നമ്മൾ സ്വാഭാവികമായിട്ടും പാനിക് ആവാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. സോ സിലബസ് വൈസ് ആയിട്ട് നിങ്ങൾ പോയിന്റ് വൈസ് കംപ്ലീറ്റ് നിങ്ങൾ പഠിച്ചെടുക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന റിവിഷനും മോക്ക് ടെസ്റ്റും അതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന സിലബസ് കംപ്ലീഷനൊക്കെ പ്രോപ്പറായിട്ട് ഇനിയും നിങ്ങൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കും. നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഓഫ്ലൈനായിട്ട് പഠിച്ച ആളുകൾ ഉണ്ടാവും. എന്നാൽ ഒരു ഫൈനൽ ടച്ചപ്പിന് നിങ്ങൾക്ക് ഒരു കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോസുകൾ കാണണം, മോക്ക് ടെസ്റ്റുകൾ എഴുതണം, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മൾ എൻട്രിയുടെ ലെക്ചർ ഇൻ പോളിടെക്നിക്കിൻ്റെ ബാച്ചസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. തീർച്ചയായിട്ടും ഈ ഒരു ബാച്ചസിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മുഴുവൻ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല. ക്ലാസ്സുകളുടെ വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ മോക്ക് ടെസ്റ്റുകളും റിവിഷൻ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. കാര്യം ലാസ്റ്റ് ടൈം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മുഴുവനായിട്ട് ക്ലാസ്സുകൾ എടുത്തു തരാൻ കഴിയില്ല. പക്ഷെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവരുടെ പ്രിപ്പറേഷനെ അടുത്ത ഒരു ലെവലിൽ കൊണ്ടുപോകാൻ ഈ ഒരു കാര്യം ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മൾ ലെക്ചർ ഇൻ പോളിടെക്നിക്കിൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. അതേപോലെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് അല്ലേ. അതായത് നമ്മൾ ഈ എക്സാം പ്രിപ്പറേഷനിൽ നിങ്ങൾ ഒരു കാരണവശാലും ഇനിയുള്ള ദിവസങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങൾ അനാവശ്യമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് സമയം ഒരു ടോപ്പിക്കിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ്ഡ് ആവുക എന്ന് പറയുന്നത് അത് ചിലർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ്, ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾ കുറച്ച് വീക്കാണ് എന്ന് കരുതിയിട്ട് നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപാട് സമയം ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് സ്പെൻഡ് ചെയ്യാം. സോ ആ ഒരു രീതി ഈ എക്സാമിനേഷനിൽ PSCയിൽ നിങ്ങളുടെ മാർക്ക് പിന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ്. എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, PSC എക്സാംസുകളിലെ എല്ലാ മൊഡ്യൂൾസിനും ഈക്വൽ വെയിറ്റേജുകളാണ് വരുന്നത്. മൊഡ്യൂൾ വൈസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ വെയിറ്റേജ് ഓൾറെഡി ക്വസ്റ്റിൽ തന്നിട്ടുണ്ടാവും, നിങ്ങളുടെ സിലബസിൽ തന്നിട്ടുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ എല്ലാ ടോപ്പിക്കുകളെയും നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ വെയിറ്റേജ് മനസ്സിലാക്കിക്കൊണ്ട് അതിന് ടൈം അങ്ങനെ തന്നെ സ്പ്ലിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാണ്ട് നിങ്ങൾക്ക് അറിയാത്തൊരു ടോപ്പിക്കിൽ കൂടുതൽ ടൈമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻബാലൻസ് നിങ്ങൾ എന്ത് ചെയ്ത് അവിടെ വരാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എക്സാമിനേഷൻ ഒരു പക്ഷേ ടഫ് ആവാം, അല്ലെങ്കിൽ ഈസി ആവാം, മോഡറേറ്റ് ആവാം, ഏതും ആവാം. ഇനി ടഫ് ആയിട്ടുള്ള എക്സാമിനേഷൻ ആണ് നടക്കുന്നതെങ്കിൽ സംഭവിക്കുന്ന ഒരു വലിയ മിസ്റ്റേക്കാണ് എല്ലാവരും കുറേ ഗസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത്. PSC എക്സാമിനേഷനിൽ ഗസ് ചെയ്തിട്ട് നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കത് ജോബ് ലഭിക്കാനുള്ള ഒരു സാധ്യതയില്ല. കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി, അതിൻ്റെ പ്രോബബിലിറ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ പ്രോബബിലിറ്റി ആണല്ലേ ഉള്ളത്. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ശരിയാവാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. അപ്പോൾ ഗസ് ചെയ്യുന്ന പരിപാടി നിങ്ങൾ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുക, നെഗ്ലക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ടൈമിങ്ങിൽ തന്നെ, PSCയുടെ ടൈമിങ്ങിൽ തന്നെ ചെയ്യുക. അതേപോലെ തന്നെ ഒരു കാര്യം ഞാൻ ഒരു അഡീഷണൽ സജഷൻ ആയിട്ട് പറയുകയാണ്, നിങ്ങൾ ബബിൾ ചെയ്തുകൊണ്ട് തന്നെ എക്സാം എഴുതുന്നതാണ് ഏറ്റവും ബെറ്റർ. സാധാരണ നമ്മൾ ഓൺലൈനായിട്ട് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. പക്ഷേ നിങ്ങളൊന്ന് ബബിൾ ചെയ്തുകൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതിന് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, കഴിഞ്ഞ് പോയിട്ടുള്ള ഒരു 2-3 എക്സാംസുകളുടെ PDF ഒക്കെ എടുത്തിട്ട് നിങ്ങളൊന്ന് ബബിൾ ചെയ്ത് പഠിക്കുക. കാര്യം ആ ഒരു ബബിളിങ്ങിന് പോലും നമ്മളെ ടൈം എന്ത് ചെയ്യാൻ പാടില്ല, നമുക്ക് മിസ്സായി പോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു രീതി ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. സോ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഒരു കാരണവശാലും ലാസ്റ്റിലേക്കൊക്കെ കംപ്ലീറ്റ് നമ്മുടെ ഉറക്കം ഒഴിച്ചിട്ടുള്ള ഒരു പഠിത്തമൊന്നും നിങ്ങൾ പാടില്ല. തീർച്ചയായിട്ടും നല്ല എഫേർട്ട് തന്നെ പഠിക്കണം. എന്നിരുന്നാലും നമ്മൾ തീരെ ഉറങ്ങാതെ ഇരുന്ന് പഠിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മളെ ഒരു ഇൻബാലൻസ് ആണ്. അതൊരിക്കലും പ്രോപ്പർ ആയിട്ടുള്ള ഒരു എന്താ പറയുക റിസൾട്ട് അല്ല നൽകുക എന്നുള്ളതാണ് സയൻറ്റിഫിക്കലി നമ്മൾ പറയാറുള്ളത്. സോ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഓവർ തിങ്കിങ് വേണ്ട, അതായത് എക്സാം അങ്ങനെ ആവോ ഇങ്ങനെ ആവോ എന്നൊക്കെയുള്ള രീതിയിലുള്ള ഓവർ തിങ്കിങ് ഒന്നും വേണ്ട. വളരെ റിലാക്സ്ഡ് ആയിട്ട് കാമായിട്ട് വേണം നിങ്ങൾ ഓരോ എക്സാംസുകൾ അറ്റൻഡ് ചെയ്യാൻ. അപ്പം നന്നായിട്ട് പഠിക്കുക, നല്ല പ്രിപ്പറേഷനോട് കൂടി മുന്നോട്ട് പോകുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ആർക്കെങ്കിലും നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ടൈമാണ്. എൻട്രിയിൽ EduFest നടക്കുകയാണ്. EduFestൻ്റെ ഭാഗമായിട്ട് എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഓഫറിലാണ് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഓഫറിൽ കോഴ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും.